ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് എന്ന DM-ൻ്റെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യമായും DM-ൻ്റെ എനർജിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു പിടിവള്ളി കിട്ടി. അതായത് ഈ ഒരു സ്ട്രഗിളിൽ നിന്നും മുന്നിലേക്ക് വരാനുള്ള ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ഒരു വഴി സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ആ റിസ്ക് ഏറ്റെടുത്ത് മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം കൃത്യമായി ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്താൽ എനിക്കത് കൃത്യമായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുമോ, ഈ റിസ്ക് ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇനി അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടിനെ, അതായത് DFുമായിട്ട് ഒരു പ്രണയത്തിലും നല്ലൊരു ഐക്യത്തോടു കൂടിയ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നു. പിന്നെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ബാലൻസിങ് വരുന്നുണ്ട്, പരസ്പരം നല്ലൊരു കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ഒരു ത്രോട്ട് ചക്ര എല്ലാവരും ഒന്ന് വർക്ക് ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാലും അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ത്രോട്ട് ചക്രയിൽ നന്നായിട്ടൊന്ന് ബീജ് മന്ത്രയൊക്കെ ഒന്ന് ചാൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ അദ്ദേഹത്തിന് ബ്ലോക്കേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവാണ്, എല്ലാ കാര്യങ്ങളെയും വൈകാരികമായിട്ട് നേരിടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഫിനാൻഷ്യൽ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ DFനെ തിരിച്ചു കിട്ടുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നിരുന്നാലും ഇദ്ദേഹം ഭയങ്കരമായിട്ട് വൈകാരികമായതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ DF പറയുന്ന ഓരോ വാക്കിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധ വേണം. ഓക്കെ, ഒരു പക്ഷേ DF പറയുന്നൊരു കാര്യം അദ്ദേഹം എടുക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സംസാരം വരുമ്പോൾ, എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, എന്നോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഇപ്പോഴും ഉണ്ട്, ഇനി ഭാവിയിൽ അതുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ത്രോട്ട് ചക്രയിൽ ബീജ് മന്ത്ര ചാൻറ്റ് ചെയ്ത് ത്രോട്ട് ചക്രയൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ഇപ്പോഴേ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നീട് കുറച്ചുകൂടി നാൾ കഴിയുമ്പോൾ ഇദ്ദേഹം എത്തുന്ന ഒരു സ്റ്റേജ് വളരെയധികം സ്വാതന്ത്ര്യം നേടി ഇരിക്കുന്നൊരവസ്ഥയാണ്. അതായത് അദ്ദേഹം വൈകാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സ്വാതന്ത്ര്യം നേടിയ ഒരവസ്ഥയാണ്. അദ്ദേഹം ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് പോയി. അവിടെ അദ്ദേഹത്തിന് വിജയം ഉണ്ടാവുകയും അതോടൊപ്പം ആ വൈകാരികമായ ഒരവസ്ഥയുണ്ടായിരുന്നു, അതിനെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ഒരു ഇമോഷണൽ ഫുൾഫില്ലിങ്ങിലേക്കൊക്കെ വന്ന് വളരെയധികം ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് അദ്ദേഹം വരും. അപ്പോൾ മൊത്തത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പരിവർത്തനമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന, വൈകാരികമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ സാമ്പത്തികമായും വൈകാരികമായും മുന്നേറി. ആ ഒരു പരിവർത്തനം നമുക്ക് ഭയങ്കര ഒരു എനർജി ആവശ്യമാണ്, നമ്മുടെ ഒരു മനഃശക്തി ആവശ്യമാണ്, എല്ലാം ആ പരിവർത്തനത്തിന് ആവശ്യമാണ്. അത് അദ്ദേഹം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയത്തിൽ DFൻ്റെ പാർട്ടെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇന്ന വർക്ക് കൃത്യമായി ചെയ്യുക, ത്രോട്ട് ചക്ര നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വെക്കുക. ഓക്കെ, അദ്ദേഹം അവിടെ അത്രയും എഫേർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി നിങ്ങളുടെ എഫേർട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ എഫേർട്ടും കൂടി കുറച്ചുകൂടെ ഒരു 100% റിസൾട്ട് കിട്ടുന്നതിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ മനസ്സ് ഭയങ്കര ഒരു
അശാന്തിയിലാണ്. എന്തായാലും നമുക്കൊരു ഫിനാൻസ് ഇല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയാൽ കൂടുതലും DM എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഫാമിലിയും കൂടെ ഉണ്ടായിരിക്കും, അപ്പോൾ അവരെയും ബാധിക്കും. അപ്പോൾ ആ അവരുടെ മനസ്സിൻ്റെ അശാന്തി അത് മാറി അവർ ശാന്തമായ ഒരവസ്ഥയിൽ അവരുടെ ഫിനാൻസൊക്കെ കറക്റ്റാക്കി അവരുടെ ഒരു ബെറ്റർ ഹാഫ് കൂടെ ഇല്ലാതെ അവർ ഇത്രയും നാൾ ജീവിച്ചു, അവരുടെ ബെറ്റർ ഹാഫിനെയും തിരിച്ചു കിട്ടി. അപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നീട് എത്താൻ പോകുന്നത് ഭയങ്കരമായൊരു ശാന്തതയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ശാന്തതയിലേക്കുള്ളൊരു യാത്രയിലാണ്, ആ യാത്ര തുടങ്ങി വെച്ചിരിക്കുകയാണ് അദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് വേദനകളുണ്ട് ഉള്ളിൽ. ആ വേദനകളെല്ലാം ഇദ്ദേഹം ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ വേദനകളും കൊണ്ട് തന്നെയാണ് ഈ യാത്ര പോകുന്നത്. എന്നിരുന്നാലും DF എന്ന ഒരു ഡിവൈൻ പാർട്ട് കൂടെയുള്ളപ്പോൾ ആ വേദനകളൊക്കെയും അദ്ദേഹത്തിന് ശമിപ്പിക്കുവാനായിട്ട് DF ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് വേദനകൾ നമ്മളെപ്പോലെ തന്നെ അവരും ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. കുറച്ചധികം നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കാം, ആ രീതിയിൽ നിങ്ങൾ പെരുമാറിയേക്കാം. അവരുടെ ഭാഗം കൂടി ഒന്ന് ഓർക്കുക. അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ടൂളുണ്ട്. നമ്മളെ സ്ട്രഗിൾസിനെ നമുക്ക് നേരിടുവാൻ നല്ലൊരു ടൂള് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു സ്പിരിച്വൽ ടൂള് കൊണ്ടാണ് നമ്മൾ ഈ സ്ട്രഗിൾസൊക്കെ ഫേസ് ചെയ്യുന്നത്. അവർക്കങ്ങനെ ഒരു ടൂളില്ല. അവർ ഈ ഒരു മായാലോകത്തെന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ അവർ കിടന്നങ്ങ് എന്താ പറയുക, ആകെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ പിടയുന്നൊരവസ്ഥയിലാണ് അവരും ഉള്ളത്. അപ്പോൾ നമ്മൾ മാത്രമല്ല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ ഞാനങ്ങനെ പറയുള്ളൂ, നമ്മളെക്കാളുപരി അവരവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പെരുമാറുക. അപ്പോൾ ആ വേദനകളിലും നിങ്ങളാണ് അവരുടെ മെഡിസിൻ, അത് മറക്കാതെ ഇരിക്കുക. ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ സെൽഫ് വർത്ത് കളഞ്ഞ് നിങ്ങളൊന്നും ചെയ്യണമെന്നല്ല. അതൊന്ന് മനസ്സിലാക്കുക. ഉള്ളിൽ ആ ഒരു ബോധത്തോടു കൂടി നിങ്ങൾ പെരുമാറുക. ഓക്കെ, അവരെ വേദനിപ്പിക്കാതെ, നിങ്ങൾ സ്വയം വേദനിക്കാതെ നിങ്ങൾ പെരുമാറുക. പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം, ചെയ്യുന്ന പ്രവൃത്തികളും. ഓക്കെ, പ്രത്യേകിച്ച് DMനോട് എല്ലാവരോടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലും അദ്ദേഹം നിൽക്കുന്ന ഒരു സ്റ്റേജ് അങ്ങനെ ആയതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ദയവായി ആരും കോഡിപെൻഡൻസിയിലേക്ക് പോകരുത്. ഓക്കെ, ആ ഒരു ഡിഗ്നിറ്റിയോട് കൂടി തന്നെ നിൽക്കുക. DM ഫുള്ളായിട്ട് അവേക്കനായോ ഇല്ലയോ, ഇനി ഒരു സെപ്പറേഷൻ ഉണ്ടാകുമോ നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുക. എത്ര പറഞ്ഞാലും നമ്മൾ ഒരു കൗണ്ടർ പാർട്ട് അരികിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മറന്നു പോകും, സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മനസ്സിൽ എപ്പോഴും അത് ഓർമ്മ വേണം. മേ ബി ഇനി ഒരു സെപ്പറേഷൻ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സെപ്പറേഷൻ വരാതിരിക്കാനുള്ള ഒരൊറ്റ കാര്യം, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജസ് മാറ്റുക. ഓക്കെ, ത്രോട്ട് ചക്ര ഡെയിലി അത് ബീച്ച് മന്ത്ര ചാൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു അഭിനന്ദനമാണ് പറയാനുള്ളത്. കുറേ നാളത്തെ സെപ്പറേഷന് ശേഷം കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യാൻ ഉള്ളൊരവസരം ഉണ്ടായി കഴിഞ്ഞിരിക്കാം. ഇതിനോടകം തന്നെ ചിലപ്പോൾ ഇനി ഉടനെ ഉണ്ടാകും. അപ്പോൾ എനിവേ, കൺഗ്രാറ്റ്സ്. നിങ്ങളത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും നല്ല രീതിയിൽ മനസ്സിൽ കോറിയിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാനുള്ള നിമിഷങ്ങളാക്കി മാറ്റുക. എന്ന് വെച്ചിട്ട് അങ്ങ് കോഡിപെൻഡൻസിയിലേക്ക് പോകരുത്. നിങ്ങളുടേതായ ഒരു ലെവൽ സെൽഫ് റെസ്പെക്റ്റോട് കൂടി അദ്ദേഹത്തെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നത് ഒരു ഡിവൈൻ യൂണിയൻ ആകട്ടെ എന്ന് ഞാൻ
ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ യൂണിയനിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര, ഈ സോൾ ജേണി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും, ഒരു പക്ഷേ എന്തെങ്കിലും ട്രിഗർ ലഭിച്ചാൽ യൂണിയനിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ട്രിഗേഴ്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്ക് ആ ഒരു DM-ൽ നിന്ന് ലഭിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ്. എന്നിരുന്നാലും അവിടെയും ചെറിയ ഇമോഷണൽ ഇതൊക്കെ ടർമോയിഡ്സ് ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ മതിയാവുകയുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചെയ്ത് തീർക്കുവാനായിട്ട് ഒരു സോൾ ജേണിയോ സോൾ പർപ്പസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വളരെ വലിയൊരു മനോഹരമായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ എനർജിയുടെ കൂടിച്ചേരലും, അതിലൂടെ ആ എനർജിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന വളരെ നല്ല ഒരു ദൈവികമായ എന്തോ ഒരു പദ്ധതിയുടെയും ഒക്കെ തുടക്കത്തിലാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെപ്പോഴും ഭദ്രമാണ് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സോ ഈ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ച് എന്തെങ്കിലും ഗൈഡൻസോ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണി ആണോ എന്ന് തിരിച്ചറിയണമെങ്കിലോ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് സെഷനായിട്ട് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തേക്കാം. ഓക്കെ ഡിയേഴ്സ്, ബൈ.